ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു നാടൻ ചക്ക വിഭവമാണ്, ചക്കപ്പുഴുക്ക്. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ കുറച്ച് ചക്കച്ചോള കുരുവെല്ലാം മാറ്റി കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിനി വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇനി ഇതിന്റെ കൂടെ വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് മുറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ ചക്ക മുറിച്ച് ഏകദേശം 2 കപ്പ് ഉണ്ടാവും. അരക്കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഇനി തീ കത്തിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് 1/4 ടീസ്പൂണിനെക്കാളും കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഈ ഒഴിച്ച വെള്ളം തിളച്ച് നല്ല ആവി വരുന്നവരെ തീ കൂട്ടി വെക്കാം. അതിനുശേഷം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ ചക്ക പാകത്തിന് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് സമയമായി ഞാനിത് വേവാൻ വെച്ചിട്ട്. ഇടക്ക് ഒരു 3-4 വട്ടം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുതായി ഒന്ന് ഇളക്കി ഉടച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉടഞ്ഞിട്ട് വേണമെങ്കിൽ നല്ലോണം ഉടക്കാം, അല്ലെങ്കിൽ ഉടയാതെ വേണമെങ്കിൽ ഉടക്കാതിരിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് കുറച്ച് ഫ്രഷ് തേങ്ങ ചേർക്കിയതാണ്. ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ചേർക്കാം. ഇതിനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. കാസർഗോഡ് സ്റ്റൈൽ നാടൻ ചക്കപ്പുഴുക്ക് റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അടുപ്പത്ത് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് താളിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ചക്കയിലേക്ക് ചേർക്കാം. ഇതിന് വേറൊരു പാത്രത്തിൽ വിളമ്പാം. കണ്ടിട്ട് കൊതിയാവുന്നില്ലേ? നല്ല അടിപൊളി ടേസ്റ്റാണ്. ചക്ക പിന്നെ പറയണ്ടല്ലോ ടേസ്റ്റിന്റെ കാര്യം. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.